ജീവിതത്തിൽ സ്വയം പര്യാപ്തരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കുക ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ സ്വയം പര്യാപ്തരാവുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടമ്മമാർ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അതല്ലെങ്കിൽ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് പോകും. ഇത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ ഇതിനായി സഹായിക്കുന്ന ഒട്ടേറെ കാഴ്ചകളുമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു 3 നേരത്തിന് പകരം ഒരു 6 നേരം ചെറിയ മീൽ കഴിക്കുകയാണെങ്കിൽ വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. നമ്മളെല്ലാവരും അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ ഡ്രസ്സിൽ കറകളാവാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഡ്രസ്സ് ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ഇനി അതൊന്നും വേണ്ട, ഈ കറ കളയാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. കറയായ ആ ഡ്രസ്സിൻ്റെ താഴെ മറ്റൊരു ഡ്രസ്സ് വെച്ചിട്ട് ഹെയർ സ്പ്രേ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ സ്പ്രേ അടിച്ചാൽ ഈ കറ മാറിക്കിട്ടും. നമ്മളിനി ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് ഒരു കുക്കറി ഷോ ആണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റെസിപ്പീസ് അറിയാം. ഹൈദരാബാദി ചിക്കൻ കറി, ചെട്ടിനാട് ചിക്കൻ കറി, ചില്ലി ചിക്കൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, മേത്തി ചിക്കൻ റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം റോസ് സേവിയുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. മേത്തി ചിക്കൻ റോസ്റ്റ് അല്ലേ, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേച്ചി? ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ ചിക്കൻ്റെ ഒക്കെ തന്നെയാണ്. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തേക്കണം, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പുളിയാണോ? അല്ല, ഇത് ഡേറ്റ്സ്, ചെറിയ ഫ്ലവർ ചിലർക്ക് ഇഷ്ടമായിരിക്കും. അതൊരു 3 ഡേറ്റ്സ് എടുത്തിട്ടുള്ളൂ. അത് ഫുൾ ആഡ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ അനുസരിച്ച്. പിന്നെ പുതിനയില, പിന്നെ തൈര് ചിക്കനിൽ അരമണിക്കൂർ മുമ്പ് തൈരും ഉപ്പും മസാലപ്പൊടി ഇട്ട് നമ്മൾ ആക്കി വെച്ചേക്കും. അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട്. ഇതാണ് ആ ചിക്കൻ മേത്തി, കസൂരി മേത്തി ലീവ്സ്. അപ്പോൾ അത് ആ ഒരു ഫ്ലേവർ അവസാനം കിട്ടാകുമ്പോൾ അതിനൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ല അതിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? ചൂടാക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിക്കാം. നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ടല്ലേ? സബോള വഴറ്റാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് എത്ര സമയം എന്ന് വെച്ചാൽ ഏത് കളർ? നല്ലൊരു ആ ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടാങ്കിൽ സബോള വേഗം നമുക്ക് വഴറ്റാൻ പറ്റും. കുറച്ച് സബോള വഴറ്റുമ്പോൾ ആദ്യം ഒന്ന് സിമ്മിലാക്കുവാണെങ്കിൽ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യം കുറച്ചിട്ടോ കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനിപ്പോൾ ഒരു ചിക്കൻ ഫുൾ എടുത്തിട്ടില്ല, കുറച്ച്. അപ്പോൾ അതനുസരിച്ച് ഒരു 3 അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണോ? അല്ല, ഇത് നമ്മൾ പത്തിരി, ചപ്പാത്തി, അതിനായിട്ട് ചെറിയൊരു ഗ്രേവി കുഴമ്പ് രൂപത്തിലാവുന്ന ഒരു തരം കറി. അതല്ലേ നമ്മൾ പൊട്ടറ്റോയും കൂടി ഇടും. പൊട്ടറ്റോ നമ്മൾ വേവി ചിക്കൻ്റെ പോലെ തന്നെ ചിക്കൻ ഒന്ന് മൂടി വെച്ച് ഒരു ആവി വരുമ്പോഴത്തേക്ക് പൊട്ടറ്റോ ഇട്ടാൽ മതി. പൊട്ടറ്റോയ്ക്ക് അത്രയും വേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എത്ര സവാള എടുത്തിട്ടുണ്ട് ചേച്ചി? ഇത് ഒരു കോഴിക്കാണ് 2 വലിയ സബോള എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 1.5 സബോള എടുത്തേക്കണത്. പിന്നെ ഗ്രേവി കൂടണ അനുസരിച്ച് സബോള. അപ്പം അത്രയും കൂടെ നമ്മൾ അത്രയും വഴറ്റണം. സബോളയുടെ ആ ഒരു മധുരം വരാതെ ആവണം. ചെറുതായിട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം. അതൊന്ന് ആ ഒരു മണം വരും. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് 2 പച്ചമുളക് ചെറിയതും കൂടെ നമ്മൾ ഇടട്ടെ. ഇതെല്ലാം ഒരുമിച്ചിടാമല്ലോ അല്ലേ? ഏകദേശം ആയോ? ഇല്ല, കുറച്ചുകൂടെ കളർ പച്ചമുളകൊക്കെ ഒന്നുകൂടെ അടഞ്ഞിട്ട് അല്ലേ? അതെന്ന് വെച്ചാൽ ലൈറ്റ് ബ്രൗൺ ആയില്ലെങ്കിൽ നമുക്ക് ആ സബോളയുടെ ആ പച്ച ചുവ അവസാനം വരെ ഉണ്ടാവും. അത് ആ ഒരു
നല്ല എത്രയും വഴന്നോ അത്രയും ടേസ്റ്റ് ആവും. ഗ്രേവിയും തിക്കായിട്ടിരിക്കുകയും ചെയ്യുമല്ലോ. വേണമെങ്കിൽ ചിലർ ഇത് സബോള നമ്മളിപ്പം ഒരു പകുതി സബോള അല്ലെ കുറച്ച് 5-6 ഉള്ളിയും കൂടെ അരച്ച് ചേർക്കാം. കുറച്ചും കൂടെ ഗ്രേവി കുറച്ചും കൂടെ തിക്കായിട്ട് വരണമെങ്കിൽ ഉള്ളിയും വേണമെങ്കിൽ അരച്ച് ചേർക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓയിൽ ചൂടാക്കി അതിൽ സവാള ഇട്ടു, നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചത്, അതായത് പേസ്റ്റ് അല്ല, കുറച്ചൊന്ന് ചതച്ചെടുത്തത് ഇട്ടു. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ടു. പച്ചമുളക് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പൊടികളാണ് ഇടാനുള്ളത്. അതിനുശേഷം പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഒരു കിടിലൻ ചിക്കൻ കറി അല്ലേ? മല്ലിപ്പൊടി ആദ്യം ഇടണം. എത്ര സ്പൂൺ ഇടുന്നത്? ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ മതി. നിറച്ചാണെങ്കിൽ 2 സ്പൂൺ ഇട്ടാൽ മതി. മതി അല്ലേ? മതി. മുളക് പൊടി ഒരു നിറച്ച് 1 സ്പൂൺ മതി. മതി അല്ലേ? മഞ്ഞൾപ്പൊടി കുറച്ച് മതി. മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാല കുറച്ച് ഇട്ടാൽ മതി. ഞാൻ ചിക്കനിൽ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേവിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് മതി. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യും. ആ മല്ലി മൂക്കുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ, അത് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിടാം. ഇട്ടോട്ടെ. ഒരു ചെറിയ ടൊമാറ്റോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. നല്ല പഴുത്തിട്ടുള്ളതാണോ വേണ്ടത്, അല്ലെങ്കിൽ പുളിക്ക് വേണ്ടി? അല്ല, നല്ല പഴുത്തത് വേണ്ട, ഇടത്തരം പഴുപ്പുള്ളതാണ് നല്ലത്. ചെറിയൊരു പുളിയുള്ളതാണ് നല്ലത്. ഇനി നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. ചേച്ചി മസാലപ്പൊടിയിലും തൈരിലും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു ഒരു 1/2 hour. അത് സോഫ്റ്റ് ആക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മസാലയും അതിൽ നന്നായിട്ട് പിടിക്കും അല്ലേ? ചിക്കൻ ഇടാം അല്ലേ? പൊട്ടറ്റോ ഇടാം. കുറച്ച് ഉപ്പ് വേണം. നമ്മൾ അതിന് ഇട്ടിട്ടുണ്ടെങ്കിൽ അരപ്പിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇടാനുണ്ട്. വെള്ളം ഒഴിക്കാം അല്ലേ? വെള്ളം ഒഴിക്കണം. കുറച്ച് മതി അല്ലേ? ഇത് സിമ്മിലാണോ വെച്ച് വേവിക്കുക? ഇപ്പം ഒന്ന് തിളച്ചിട്ട് നമുക്ക് സിമ്മിലിട്ട് മൂടി വയ്ക്കാം. കുറച്ച് ആ ഡേറ്റ്സിൻ്റെ കുറച്ച്, ഒരുപാട് ചേർക്കണ്ട. ചിലർക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ല. ഇതിൻ്റെ ആ ഒരു മതി. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പം തിളച്ചിട്ടുണ്ട്. തീ സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചിക്കൻ റെഡിയാവും. 15 മിനിറ്റ് ആയല്ലോ. ഇനിയിപ്പം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്കിത് തിളച്ചോയി തീരാൻ അതിന് മുമ്പ് ആ മേത്തി ലീവ്സ് കുറച്ചിട്ടു. കിട്ടോ? ഇത് നുള്ളും കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ഇതിട്ട് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, കാരണം ഇതിന് ആ ഒരു ഇത് കയ്പ്പിറങ്ങും കുറേ തിളച്ച് കഴിയുമ്പോൾ. അതാണ് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ? അതാണ് ഇതിന്റെ ഫ്ലേവർ. നമുക്ക് മാറ്റാം ബൗളിലേക്ക്. മേത്തി ചിക്കൻ റോസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. ആദ്യം തന്നെ വളരെ സിമ്പിളാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ടത് കുറച്ച് ഡേറ്റ്സ്, തൈര്, മേത്തി ലീവ്സ്, പുതിന, ഇത് മല്ലിയില ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇതെല്ലാം സാധാരണ ചേർക്കുന്ന പോലെ ഇതെല്ലാം തൈരിൽ, മസാലയിലും ഉപ്പിലും ചിക്കൻ പുരട്ടി വെച്ചു. എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. അതിനുശേഷം അവസാനം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മേത്തി ലീവ്സ് ഇട്ടു. അതിനുശേഷം മല്ലിയില ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേത്തി ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസിയായി നമുക്ക് ചേച്ചി ചെയ്തു തന്നു. ചേച്ചിക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ശരിക്കും ഈ ചിക്കനിൽ ഹോർമോൺ ഉണ്ടെന്നുള്ള കാര്യം അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഒബേസിറ്റി എന്നുള്ളത് ഇന്ന് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമ്മളിൽ പലർക്കും അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് അണ്ടർ വെയ്റ്റ്. ഇതൊക്കെ ശരിക്കും നമ്മൾ ആരോഗ്യകരമായൊരു ഡയറ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു ഡയറ്റ് പരിചയപ്പെടുത്തുകയാണ് ഡയറ്റ് സെഗ്മെൻറ്റിലൂടെ. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് കൂടുതൽ തടി കുറയ്ക്കാം എന്നൊക്കെ. അങ്ങനെ ക്രാഷ് ഡയറ്റ് ചെയ്ത് പരാജയപ്പെട്ട ആൾക്കാരൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ക്രാഷ് ഡയറ്റ് ചെയ്യുന്നത് ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പാറ്റേൺ ഡയറ്റ് എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ന്യൂട്രി സൊല്യൂഷൻസിൻ്റെ ഫൗണ്ടർ ഗായത്രി അശോകിൻ്റെ അടുത്താണ്. മാമിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹായ് മാം, വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഡയറ്റാണ് മനസ്സിൽ വരിക. ഫ്ലൂയിഡ് ഡയറ്റ്, ക്രാഷ് ഡയറ്റ്, അങ്ങനെ ഒരുപാട്. ഇതിലേതാണ് കൂടുതൽ എഫക്റ്റീവ്? ശരിക്കും നമ്മൾ നോക്കുന്ന ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പം പെട്ടെന്ന് ഒരു 20 കിലോ ഒരു മാസം കൊണ്ട് കുറയുക, അതൊക്കെ ശരീരത്തിന് വളരെ ദോഷമാണ്. ശരിക്കും മെറ്റബോളിസം എററൊക്കെ സംഭവിക്കും. ഒരുപാട് പ്രത്യേകിച്ച് ഈ അഡോളസെൻ്റ് ഏജിലൊക്കെ കുട്ടികൾ സ്ലിം ആവാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ലോസ് ചെയ്തിട്ട് അത് ഫ്യൂച്ചറിൽ അവരെ പ്രഗ്നൻസിയെ വരെ അഫക്റ്റ് ചെയ്ത് പ്രിമച്വർ ലേബർ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ അത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ശരിക്കും ഒരാൾക്ക് എത്ര വെയിറ്റ് ലോസ് ആണ് ഒരു മാസത്തിലൊക്കെ സംഭവിക്കേണ്ടത്? ഒരാഴ്ചയിൽ ഒരു 1/2 കിലോ എന്ന് വെച്ചാൽ ഒരു മാസം ഒരു 2.5-3 കിലോയുടെ അകത്ത് എങ്കിൽ മാത്രമേ ഒരു സ്റ്റേബിൾ വെയിറ്റ് ലോസ്. ഇപ്പം പെട്ടെന്ന് 10 കിലോ കുറഞ്ഞാൽ നെക്സ്റ്റ് മന്ത്ലി ചിലപ്പോൾ ഒരു 20 കിലോ കൂടാൻ ചാൻസ് ഉണ്ട്. പതിയെ വെയിറ്റ് കുറയുക എന്നുള്ളതാണ് കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർ ദ ടൈം ബീങ് മാത്രമാണല്ലേ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ ഇപ്പം വേറൊരു ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യേണ്ടി വരുമോ? അല്ലെങ്കിൽ ശരിക്കും ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ വൈറ്റമിൻ ഇത്ര അളവിൽ വേണം. ഇപ്പം ICMR ഒക്കെ നടത്തി ഓരോ പഠനങ്ങൾ നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഈ ഏജ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ ന്യൂട്രിയൻസിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ആഹാരം ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ബാലൻസ് ഡയറ്റ് തന്നെയായിരിക്കും നമ്മൾ വെയിറ്റ് ലോസിന് സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉണ്ടായിരിക്കും. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയൊക്കെ കാലറി ആയിരിക്കും നമ്മൾ കുറയ്ക്കുന്നത്. കാലറി കൗണ്ട് കൂടാതെ നോക്കും. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഡയറ്റിൽ കാർബും പ്രോട്ടീനും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രോട്ടീനായിട്ട് പലർക്കും നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചിക്കൻ കഴിച്ചുകൂടെ, ഇപ്പോൾ കിട്ടുന്ന ചിക്കനിൽ ഹോർമോൺ ഇഞ്ചെക്റ്റഡ് ആണ്, അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക? ശരിക്കും ഈ ചിക്കനിൽ ഹോർമോൺ ഉണ്ടെന്നുള്ള കാര്യം അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ആനിമൽ ന്യൂട്രീഷനിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പം ഒരു മനുഷ്യന് നോർമൽ ഡേയിൽ ഒരു 1800 കാലറിയാണ് വേണ്ടുന്നത്. എന്നാൽ ഒരു കുഞ്ഞിന് തന്നെ കൊടുക്കുന്നത് 3000 കാലറിയാണ്. ചെറിയ സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിലെല്ലാ പോഷകങ്ങളുള്ള റിച്ച് ഇൻ വൈറ്റമിൻ ആൻഡ് മിനറൽ സപ്ലിമെൻറ്റ്സും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് കൊടുത്താൽ തന്നെയും അതൊരു 4 മാസം കൊണ്ട് അതിൻ്റെ വെയിറ്റ് ഇത്രയും കൂടാം. അല്ലാതെ ഒരിക്കലും അതൊരു ഹോർമോൺ ആയിരിക്കില്ല. കാര്യം ഹോർമോൺ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ഫാമേഴ്സിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ലോസിന് ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രിൽ ചിക്കൻ, ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെയൊക്കെ ഡയറ്റിലാണെങ്കിൽ ഒരു ഫുൾ ഗ്രിൽ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻ പൗഡറിനൊക്കെ പകരം അതെ തീർച്ചയായിട്ടും ടേസ്റ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്. ഇപ്പോൾ ഫുഡിനെ അവോയ്ഡ് ചെയ്ത് പട്ടിണി കിടന്നുകൊണ്ടുള്ള വെയിറ്റ് ലോസ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള ഫുഡ് സെലക്ട് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാനാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി, ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്നത്. പൊതുവേ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഡിന്നർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ്. ഇതിലെന്തെങ്കിലും ശരിക്കും നമ്മൾ ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യുമ്പം പിന്നെ കൂടുതൽ ഫാറ്റ് ബോഡി അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ചെറിയ മീൽ, ഒരു 3 നേരത്തിന് പകരം ഒരു 6 നേരം ചെറിയ മീൽ കഴിക്കുകയാണെങ്കിൽ വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. എമൗണ്ട് കുറയ്ക്കുക, ഇൻ്റർവെൽസ് കൂട്ടുക, അതാണ് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഞാനൊരു ഡയറ്റിനെ പറ്റി കേട്ടത്, ഒരു ദിവസം പ്രോട്ടീൻസ് മാത്രം കൊടുക്കുക, ഒരു ദിവസം ഫ്രൂട്ട്സ്, അങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസും ഓരോ ദിവസം സപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരാഴ്ചത്തെ ഒരു ഡയറ്റ്. അങ്ങനെയുള്ള ഡയറ്റൊക്കെ ബാലൻസ്ഡ് ആണോ? അങ്ങനെ ചെയ്താൽ വെയിറ്റ് ലോസ് ഉണ്ടാവും? ന്യൂട്രീഷൻ എന്ന് പറയുന്ന സയൻസ്, അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുന്നത് ഹെൽത്തി എല്ലാ ദിവസവും എല്ലാ ന്യൂട്രിയൻസും വേണം. അപ്പം കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്താൽ അതും നല്ലതല്ല. അപ്പോൾ ഇറ്റ് ഈസ് ദ ഓൺലി എനർജി ഫോർ അവർ നെർവസ് സിസ്റ്റം.
കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ദേഷ്യം വരാം, സ്ട്രെസ് ലെവൽ ഹൈ ആവാം, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കംപ്ലീറ്റ് മീൽ അവോയ്ഡ് ചെയ്യുമ്പം ദേഷ്യം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും നല്ലത്, ഹെൽത്തി. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്, രാവിലെ എണീറ്റിട്ട് 4 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതിനുശേഷം ഒരു 45 മിനിറ്റ്സിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ചിനും ഡിന്നറിനും മുന്നേ ഇതുപോലെ കുറേ വെള്ളം കുടിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെള്ളം നമുക്ക് ആവശ്യമാണ്. രാവിലെ വെള്ളം കുടിക്കുന്നത് സിസ്റ്റം ഒന്ന് പ്യൂരിഫൈ ആവാനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് മാത്രം കുറയണമെന്നില്ല. കാലറി കൗണ്ട് അത്യാവശ്യമാണ്. നമ്മൾ ഇൻടേക്കും ഉള്ളിലേക്ക് വരുന്ന കാലറി എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ കൂടുതൽ കാലറി വന്നതുകൊണ്ടാണല്ലോ ബോഡിയിൽ ഫാറ്റ് എക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു ആഴ്ചയിൽ ഇത്രയും കാലറി, ഒരു 500 കാലറി എങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബേൺ ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ ഡയറ്റിൽ അത്രയും കാലറീസ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം വളരെ ആവശ്യമാണ്. വെള്ളം ഒരു അത്യാവശ്യമുള്ള ന്യൂട്രിയൻ്റ് ആണ്. നമുക്കൊരു ഇപ്പം വെയിറ്റ് കുറയാനുള്ള ഡയറ്റിൽ നമ്മൾ 2.5-3 ലിറ്റർ വരെ വെള്ളം പറയാറുണ്ട്. അത് വേണമെങ്കിൽ നെല്ലിക്കയിട്ട് വെള്ളമാണെങ്കിൽ അത് കൂടുതൽ വൈറ്റമിൻ സി വരുമ്പോൾ ഫാറ്റ് ബേൺ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചെറുനാരങ്ങയിൽ ചെറുതേനൊക്കെ ഇട്ട് കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ തടി കുറയുന്നത് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ അങ്ങനെയുള്ള ടിപ്സൊക്കെ കറക്റ്റാണോ? കുമ്പളങ്ങ നീര് അതൊക്കെ ശരിക്കും നാരങ്ങ ഉള്ളിൽ ചെല്ലുമ്പോൾ അതൊരു ആൽക്കലൈനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അത് ഫാറ്റ് ബേൺ ചെയ്യാൻ നാരങ്ങ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പക്ഷെ തേനിന് അതിൽ വലിയ റോളില്ല. നമ്മൾ തേനിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഒരു 1/2 സ്പൂൺ എങ്ങാണ് ഒഴിക്കുക. അത് തേൻ കൂടുതലാവുകയാണെങ്കിൽ അതിലും കാലറി ഉണ്ട്. അപ്പം ഇടയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ്, 1 ടീസ്പൂൺ പഞ്ചസാരയിൽ 20 കാലറി ഉണ്ട്. അതുപോലെ 1 ടീസ്പൂൺ എണ്ണയിൽ 45 കാലറിയാണുള്ളത്. ഒരു പെഗ്ഗിൽ എന്ന് വെച്ചാൽ ആൽക്കഹോള് ഒരു പെഗ്ഗിൽ 420 കാലറി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 3 പെഗ് കഴിക്കുമ്പം ഒരാളിന് ഒരു ദിവസം വേണ്ടുന്ന കംപ്ലീറ്റ് കാലറി അതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യും. അപ്പോൾ അത് വെയിറ്റ് ഗെയിന് ചാൻസ്. 3 പെഗ് കഴിച്ചാൽ ഫുൾ മീൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെയുള്ള ബാക്കി ന്യൂട്രിയൻസ് ഒന്നും അതിൽ നിന്ന് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നല്ലതല്ല. പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സ് കാണും. അപ്പോൾ ഏകദേശം ഒരു 2000-3000 കാലറി ആയിരിക്കും ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ കഴിക്കുന്നത്. അപ്പോൾ അത് വെയിറ്റ് ഗെയിന് ചാൻസ് കൂട്ടും. ഹെൽത്തി മൈൻഡിന് ഹെൽത്തി ബോഡി എന്നാണല്ലോ നമ്മൾ പറയുക. അതിൽ ഈ മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ട് നമുക്ക് എന്തെങ്കിലും? തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും വെയിറ്റ് കൂടുതലാണെന്നുള്ള ചിന്ത തന്നെ നമ്മളെ കൂടുതൽ ഓവർ ഈറ്റിങ്ങിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ എന്നും നമ്മൾ തന്നെ സ്വയം പറയുക ഐ ആം സ്ലിം എന്ന് നമ്മൾ മൈൻഡിൽ പറയുന്നത് പതുക്കെ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നു, ഡയറ്റിങ് ചെയ്യുന്നു പറയുമ്പോൾ അവർ ചിലപ്പം എന്നിട്ടും എന്തെങ്കിലും വണ്ണം വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറലി നമുക്ക് പിന്നെയും നമ്മുടെ കോൺഫിഡൻസ് കുറയും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതല്ല. ഗ്രാജുവലി അത് നമ്മുടെ ബോഡിയും മൈൻഡിലും വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ശരിക്കും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ന്യൂട്രീഷനിസ്റ്റിനോട് മാത്രം ടൈലർ മെയ്ഡ് ഡയറ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ഡിഫറെൻ്റ് ആയിരിക്കും ഡയറ്റ് പ്ലാൻ. എക്സസൈസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഡയറ്റ് കൺട്രോളിലൂടെ മാത്രം ഒരു സക്സസ്ഫുൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടായ ഫാറ്റൊക്കെ ബേൺ ചെയ്യണമെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഡയറ്റിംഗ് മാത്രം ചെയ്തതുകൊണ്ട് വെയിറ്റ് കുറയാം. ഫോർ എക്സാമ്പിൾ ഓഫീസിലൊക്കെ പോയിട്ട് കുറച്ച് വൈകിട്ട് മെന്റലി ടയർഡായിട്ട് വരുന്ന ഒരാൾക്ക് ജിമ്മിൽ പോകാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ തന്നെ മൈൻഡ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു ഡയറ്റ് നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ആദ്യമൊന്നും നമ്മൾ എക്സസൈസിനെ പറ്റി പറയാറില്ല. ഡയറ്റിലൂടെ തന്നെ ഒരു സ്റ്റേജ് വരെ വെയിറ്റ് കുറയാൻ പറ്റും. പിന്നെ കുറച്ചൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എല്ലാം കൂടി പറഞ്ഞ് ആരും ചെയ്യത്തില്ല. അപ്പോൾ ആദ്യം ഡയറ്റ് കുറച്ച് ചെയ്ത് വന്നിട്ട് പിന്നെ 10 മിനിറ്റ് എക്സസൈസ് 15 റിസൾട്ട് വരുമ്പം ഗ്രാജുവലി ചെറുതായിട്ട് മോട്ടിവേഷൻ തനിയെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചായിട്ട് എക്സസൈസ് ചെയ്യാൻ പറയും. ചിലർക്ക് എക്സസൈസ് ചെയ്യാതെ തന്നെ വെയിറ്റ് കുറയുന്നവരും ഉണ്ട്. ഒത്തിരി അങ്ങ് ബോഡി ഫാറ്റൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ റെഡ് മീറ്റ് കഴിക്കുന്നത് ശരിക്കും കൊളസ്ട്രോളൊക്കെ കൂട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം നമ്മളൊരു ഡയറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റെഡ് മീറ്റ് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? നോർമലി നമ്മൾ പറയുന്നത് ഐദർ ഫിഷ് ഓർ ചിക്കൻ ഗ്രിൽ ചിക്കൻ ആകുമ്പോഴത്തേക്ക് ഫാറ്റ് കുറവാണ്. പിന്നെ റെഡ് മീറ്റ് കഴിയുന്നത് ഫാറ്റ് പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. ഇപ്പോൾ റെഡ് മീറ്റ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം
അവർക്കിപ്പോൾ ഫാറ്റിൻ്റെ വേറെ സോഴ്സ് കുറച്ചിട്ട് നമുക്കിപ്പോൾ വൺസ് ഇൻ എ വൈലൊക്കെ ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇഷ്ടമുള്ളൊരു മീൽ ഒരു നേരം സ്കിപ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത മീലിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. പൊതുവേ എല്ലാവർക്കും പുറത്തു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് പൊറോട്ട. പക്ഷേ മൈദ ചേർത്ത ഒരു ഫുഡും കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? ശരിക്കും നമ്മൾ കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫൈബർ അടങ്ങിയത്. മൈദ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനും വെയിറ്റ് കൂടാനൊക്കെ അതിന് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പ്ലെയിൻ ബ്രെഡ് ആണെങ്കിലും അതിനേക്കാളും നല്ലത് ബ്രൗൺ ബ്രെഡ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ പൊറോട്ട കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെയാണെങ്കിൽ വൺസ് ഇൻ എ വൈൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ്. നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന പോലെ തന്നെയാണ് വീറ്റ് ബ്രെഡിൻ്റെ അവസ്ഥയും. ലൈക്ക് വ്യത്യാസമൊന്നുമില്ല, ക്വാണ്ടിറ്റി ഫില്ലർ ആണെന്നുള്ളതുകൊണ്ട് ഒരു 2 സ്ലൈസ് അല്ലെ 3 സ്ലൈസ് ഒക്കെ മതിയാവും. ബ്രെഡ് ആണെന്ന് കരുതിയിട്ട് ഒത്തിരി കഴിക്കണമെന്നില്ല. 2 സ്ലൈസ് വേണേൽ സാൻഡ്വിച്ച് ആക്കിയിട്ട് വേണേൽ നമുക്ക് സ്പ്രൗട്ട്സ് ഒക്കെ ഗ്രീൻ ഗ്രാം സ്പ്രൗട്ട് വെച്ച് സാൻഡ്വിച്ച് ആക്കിയിട്ടൊക്കെ കഴിക്കാം, നല്ലതായിരിക്കും. ഇടനേരത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. വെയിറ്റ് ലോസ് ഉള്ളവർക്കും അത് കഴിക്കാവുന്നതാണ്. ഓരോ പ്രായക്കാർക്കും ഓരോ എനർജി നീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ഡയറ്റ്, ഐഡിയൽ ഡയറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഓരോ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കുള്ളതായിരിക്കും അഡോളസൻ്റ് ഏജിൽ കുറച്ചുകൂടെ എനർജി നീഡ് കൂടുതലായിരിക്കും. പിന്നെ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് പനി വരുമ്പം കൂടുതൽ എനർജി സ്പെൻഡ് ആവും. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് BMR കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ അവർക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. BMR എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസിനുള്ള എനർജി അവർ കുറച്ചായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് വെയിറ്റ് ഒത്തിരി പോവും. എന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി എനർജി സ്പെൻഡ് ആവും. അപ്പോൾ അവർക്ക് കൂടുതൽ എനർജി വേണം. പിന്നെ അതുപോലെ പോളിസിസ്റ്റിക് ഓവറി പ്രോബ്ലം ഉള്ളവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ സ്റ്റേജിലും എന്ന് വെച്ചാൽ തണുപ്പ് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിശപ്പ് കൂടുതലായിരിക്കും. പനി വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ എനർജി സ്പെൻഡ് ആവും. അതുപോലെ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചേ ബോഡി കൂടുതൽ ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേജിലും നമുക്കുള്ള എനർജി നീഡ് വ്യത്യാസമാണ്. അപ്പോൾ ഓരോ വ്യക്തിയും അവർ കഴിക്കുന്ന ഫുഡും അവരുടെ ഇൻകം ലെവലും ഒക്കെ അനുസരിച്ചിട്ട് ഇപ്പം എത്ര രൂപയുണ്ട്, ഒരു 10 രൂപയാണെങ്കിൽ പോലും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കഴിക്കാം. ഒരു സ്നാക്ക് ആണെങ്കിൽ പോലും നമുക്കൊരു പഴം വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ എല്ലാവരും പോയി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മീൽ ഏത് ഏജ് ഇൻകം ഗ്രൂപ്പിലുള്ളവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം മാമിനൊരു പേജ് ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ, ന്യൂട്രി സൊല്യൂഷൻ കൊച്ചിൻ. അതിലേക്ക് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവുമല്ലോ. ഏത് ടൈപ്പ് ആൾക്കാരാണ് ചോദിക്കുക? അല്ലെങ്കിൽ മാം അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നില്ല, അവരെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്തിട്ട് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക? ന്യൂട്രി സൊല്യൂഷൻസ് കൊച്ചി എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ കൂടുതൽ ആൾക്കാരും ലേഡീസാണ് കൂടുതലും ഡൗട്ട്സ്. അതും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആയിരിക്കും കൂടുതൽ പേരും ചോദിക്കാറുള്ളത്. അപ്പോൾ അവരുടെ ഡയറ്റ് ഒരു 24 അവർ കഴിക്കുന്ന ഫുഡിനെ പറ്റിയിട്ട് അറിയുമ്പം ഏകദേശം അവരുടെ ഫുഡ് ഹാബിറ്റ് അറിയാൻ പറ്റും. എത്ര കാലറി അവർ അറിയാതെ ഉള്ളിൽ പോകുന്നു എന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ എണ്ണയുടെയും അതുപോലെ പഞ്ചസാരയുടെയും സ്വീറ്റ്സൊക്കെ ചിലർ വളരെ കുറച്ച് ഫുഡായിരിക്കും കഴിക്കുന്നത്. ഇടയ്ക്ക് ചിലപ്പോൾ സ്വീറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാതെ ഒത്തിരി കാലറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഓൺലൈനിൽ ഡയറ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ ഇത്രയും സമയം ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാം ഇന്നത്തെ സെഗ്മെൻറ്റ്സും ടിപ്സും എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം.